എട്ടാമത്തെ ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാം. I want to think about the eighth topic or the eighth sermon in this series. ഒരു വേറൊരു ആംഗിളിലായിരിക്കും നാം ഇന്ന് ചിന്തിക്കുന്നത്. We're going to look at a different angle this morning. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മൾ സഭ എന്ന് ചിന്തിക്കുമ്പോൾ Children of God, as we listen or learn about the church, സഭയ്ക്കകത്ത് ശിഷ്യന്മാരും ശിഷ്യത്വവും വളരെ പ്രാധാന്യമാണ്. and it's very important that the church has disciples as well as discipleship. ഇത് രണ്ടും സഭയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. Both of these are very significant to the church. കർത്താവ് യേശു ക്രിസ്തു ചില ആൾക്കാരെ വിളിച്ച് സെയിൽസ്മാൻ ആയിട്ടോ റെപ്രസെന്റേറ്റീവ് ആയിട്ടല്ല വിളിച്ചത്. Jesus didn't call you to be salesmen or representatives of him. കുറച്ച് അടിമകളെ അല്ല ദൈവം വിളിച്ചത്. He didn't call slaves. ശിഷ്യന്മാരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. He called disciples. അപ്പോൾ ഈ ശിഷ്യന്മാരും ശിഷ്യത്വവും വളരെ പ്രാധാന്യമുള്ളതാണ്. And disciples and discipleship is very important. ഇന്ന് നാം നോക്കുകയാണെങ്കിൽ ഒരുപാട് ശിഷ്യന്മാരുണ്ട്, പക്ഷേ ശിഷ്യത്വം വളരെ കുറവാണ്. If we look in today's day and age, there are many disciples but less discipleship. റെഗുലറായിട്ട് എല്ലാ ഞായറാഴ്ചയും ആരാധനയിൽ വന്നതുകൊണ്ട് ശിഷ്യത്വം ആകണമെന്നില്ല. Because you come to regular Sunday attendance doesn't mean you become disciples. ആമേൻ. ഡിസൈപ്പിൾ എന്ന് പറയുന്നത് വെറും ഒരു ടൈറ്റിൽ മാത്രമല്ല. Disciple is not just a title. ഏതോ ഒരു സ്ഥാനം, ഞാനൊരു ഡിസൈപ്പിൾ എന്ന് പറയുവാൻ ഒരു പേരല്ല. Disciple is not a position. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു ശിഷ്യത്വമുണ്ട്. But there is a discipleship behind a disciple. ഇന്നത്തെ സന്ദേശത്തിന്റെ ക്രക്സ് ആ ഒരു വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. I want to read a verse this morning. ആ വാക്യത്തിലെ ഒരു വാക്കാണ് ഇതിന്റെ ഏറ്റവും ആധാരമായി നിൽക്കുന്നത്. That part of that verse is the main part of the sermon. നമുക്ക് നന്നായി അറിയാവുന്ന ഒരു വാക്യമാണ്. We know this verse very well. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 42-ാമത്തെ വാക്യമാണ്. It's Acts 2 verse 42. ഇത് കാൽവറി അസംബ്ലിയിൽ തുടർമാനമായ 2-3 ആഴ്ചയിൽ വരുന്നവർക്ക് ഇത് കാണാതെ പറയേണ്ട ഒരു വാക്യം തന്നെയാണ്. And this is something that as Calvary members we should know this by heart. എല്ലാ ആഴ്ചയിലും നാം തിരുമേശയ്ക്ക് മുമ്പാകെ നാം പറയുന്ന ഒരു വാക്യമാണിത്. Every day before Holy Communion we read this verse. ആമേൻ. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഞാൻ ഇതൊന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. And they continued steadfastly in the apostles' teaching and fellowship and in the breaking of bread and in prayers. Amen. അവർ അപ്പോസ്തലിക ഉപദേശവും കൂട്ടായ്മയും ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥനയും കഴിച്ചു പോന്നു. They continued steadfastly in apostle teaching, fellowship, and in the breaking of bread and prayer. മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ When the Holy Spirit came upon the upper room, പത്രോസും മറ്റു 120 പേരും അവർ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. 3000 പേര് സഭയോട് അന്ന് ചേരുവാനിടയായി. Peter and the other disciples preached the gospel and 3000 came to know the Lord. ആമേൻ. സഭയോട് ചേർന്ന് അന്ന് ഓർട്ടൽ കോൾ കഴിഞ്ഞിട്ട് അവരങ്ങ് മടങ്ങി പോകുകയല്ലായിരുന്നു. After the altar call, the church didn't leave there. പക്ഷേ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, they continued steadfastly. And what happened is they continued steadfastly. ആമേൻ. മലയാള തർജ്ജിമയിൽ ഈ ഒരു വാക്ക് അത്ര എംഫസൈസ് ചെയ്തിട്ടില്ല. In Malayalam it doesn't say much about steadfastly. ആമേൻ. മലയാളത്തിൽ വേണമെങ്കിൽ ഇപ്രകാരം നമുക്ക് ആ വാക്യത്തിൽ ചേർക്കാം, ദൃഢനിശ്ചയത്തോടുകൂടെ. And we see Malayalam, we can say it like steadfastly. ആമേൻ. ഒന്നീ steadfastly അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ diligently, അത് നല്ലൊരു വാക്കാണ്. And diligently is also a great word. അപ്പോൾ അവർ diligent ആയിട്ട് അവർ അപ്പോസ്തലിക ഉപദേശവും കൂട്ടായ്മയും diligent ആയിട്ട് അപ്പം നുറുക്കുകയും diligent ആയിട്ട് പ്രാർത്ഥിക്കുവാനും ഇടയായി. The church was diligent in apostle teaching, fellowship, and breaking of bread and prayer in those days. അപ്പോൾ ശിഷ്യന്മാർക്ക് അത്യാവശ്യമായിട്ടുള്ള ഡിസൈപ്പിൾഷിപ്പിലും അത്യാവശ്യമായിട്ടുള്ള ഒരു വസ്തുതയാണ് diligently. And a disciple and discipleship requires diligence. അപ്പോൾ ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിന്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്, diligent disciple. The title of this sermon is being a diligent disciple. Having the cross before the crown. The cross before the crown. എന്താണ് ഈ ദൃഢനിശ്ചയം എന്ന് പറയുന്നത്? What does it mean to be diligent? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. Please pay attention here. എന്താണ് ഈ ദൃഢനിശ്ചയം എന്ന് പറയുന്നത്? What does it mean to be diligent? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, I want to share an example. സിമ്പിൾ ഉദാഹരണമാണ്. It's a simple example. ആമേൻ. വിവാഹപ്രായമൊക്കെ ആവുമ്പോൾ, when you become of age to get married, ആമേൻ, ഒരു വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ, if you like a person, ആമേൻ, ആ പെൺകുട്ടിയാണെങ്കിൽ മാതാപിതാക്കളോട് പറയും, that girl will tell her parents, ഞാൻ മറ്റാരും കല്യാണം കഴിക്കത്തില്ല, ഇവനെ അല്ലാതെ വേറെ ആരെയും ഞാൻ and കെട്ടത്തില്ല. that girl will be decisive. I will not marry anyone else other than this guy. എത്ര നല്ല ആളെ കൊണ്ടുവന്നാലും പറയും, ഇല്ല ഇവനെ അല്ലാതെ ഞാൻ ഇനി വേറെ ഒന്നും കെട്ടാൻ പോകുന്നില്ല. No matter who is brought to the girl, she says, I am decisive in ആമേൻ. this. അതുവരെ സ്നേഹിച്ച മാതാപിതാക്കളൊക്കെ പിന്നെ ഒന്നുമല്ല. And up until that point, the parents that loved her doesn't mean anything to her. ആമേൻ. ആ പുള്ളിക്കാരി
തീരുമാനം എടുത്തിരിക്കുകയാണ്. And that lady has brought, that daughter has made the അവൻ decision. പിന്നെ എന്താ പറഞ്ഞു, ഇവനെ കാണാൻ കൊള്ളത്തില്ല, ഇവന് പഠിപ്പില്ല, വിദ്യാഭ്യാസം, ജോലി പോലും ഇല്ല, നീ ഇവനെയാണോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. The parents said he has no education, he has no job, you still want to marry this person, but no, she says very decisive, I'm marrying this person. അതൊരു ദൃഢനിശ്ചയമാണ്. And that's a അതിൽ diligent നിന്ന് ഞാൻ decision. മാറാൻ പോകുന്നില്ല. I'm not going to move. അവൻ ഈ പട്ടിയുടെ കയ്യിൽ ഒരു എല്ല് കിട്ടിയത് പോലാണ്. It's like a dog getting a bone. അവൻ പുതിയ നിയമത്തിൽ അല്ല പഴയ നിയമത്തിൽ ഒരു നല്ലൊരു ഉദാഹരണമുണ്ട് ദൃഢനിശ്ചയത്തിന്. In the Old Testament there's an example of ഒരിക്കലാണെങ്കിൽ യാക്കോബ് ഒരു ദൂതനെ കയറി അങ്ങ് പിടിച്ചു. and we see Jacob held an angel. അവൻ ദൂതനോട് പറഞ്ഞു, എന്തെല്ലാം വന്നാലും ഞാൻ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടുകയില്ല. Jacob said, you no matter what you need to bless അതൊരു me. ദൃഢനിശ്ചയമാണ്. That is a diligence. എന്തെല്ലാം സംഭവിച്ചാലും എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ No വിടുകയില്ല. matter what, if you don't bless me, I'm not leaving. ഒരു ശിഷ്യന് അത്യാവശ്യമുള്ളതാണ് ഈ ഒരു A ദൃഢനിശ്ചയം. disciple needs this diligence. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഇതിൽ നിന്ന് മാറുകയില്ല. No matter what happens, I will not move. സാഹചര്യം എന്തെന്നായാലും ഈ ശിഷ്യത്വത്തിൽ നിന്ന് ഞാൻ മാറാൻ No പോകുന്നില്ല. matter what the circumstance, I will not ഈ move. ഒരു diligence ആണ് ഏതൊരു ശിഷ്യനും ആവശ്യമുള്ളത്. Diligence is needed by every disciple. അപ്പോൾ ഈ ഒരു ദൃഢനിശ്ചയമുള്ള ഈ ഒരു ശിഷ്യന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? What is the qualities of this diligent disciple? എന്താണ് ഈ diligent ആയിട്ടുള്ള ഡിസൈപ്പിൾ ചെയ്യുന്നത്? What does a diligent disciple do? എന്താണ് what is a diligent disciple all about? What is a diligent disciple ഒരു all about? മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ I want to ആഗ്രഹിക്കുന്നു. share three things with you quickly. ആമേൻ. ഒന്നാമതായി ഏതൊരു diligent discipleഉം സഭയെ സ്നേഹിക്കും. The first quality is that diligent disciple loves the church. Amen. Amen. ഏതൊരു diligent discipleഉം ഏതൊരു ദൃഢനിശ്ചയമുള്ള ശിഷ്യനും സഭയെ സ്നേഹിക്കുക തന്നെ ചെയ്യും. Every diligent disciple loves the church. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവും സഭയും അത് ഒരു പാക്കേജ് ഡീലാണ്. And Jesus Christ and the church is together. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവെ വേറെയും സഭ വേറെയും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. Jesus Christ and the church you can't separate. തലയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സഭയെ തീർച്ചയായിട്ടും സ്നേഹിച്ചേ പറ്റൂ. If you honor the head, you will also love the church. എഫേസ്യർക്ക് ലേഖനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. In Ephesians we read like this. എഫേസ്യർക്ക് ലേഖനം 5:25 നാം വായിക്കുകയാണ്. 5:25 reads like ക്രിസ്തു this. തന്റെ സഭയെ സ്നേഹിച്ചപ്പോൾ താൻ തന്നെ തന്നെ കൊടുത്താണ് സഭയെ സ്നേഹിച്ചത്. Christ loved the church, so he gave himself for ആമേൻ. her. ക്രിസ്തു സഭയെ സ്നേഹിച്ചപ്പോൾ തന്റെ ജീവൻ കൊടുത്താണ് സഭയെ സ്നേഹിച്ചത്. Jesus gave his life for the church. ആമേൻ. നാം പലപ്പോഴും വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റും, ഓ അവസാനം എന്റെ ജീവൻ പോയാൽ ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന്. We can say with our words, if our life is lost, we'll still love you. ആമേൻ. പക്ഷേ ജീവൻ പോകുന്ന സന്ദർഭം വരുമ്പോൾ അറിയാം നാം യഥാർത്ഥമായി സ്നേഹിക്കുമോ ഇല്ലയോ എന്ന്. But when death comes calling, we know what will happen at പക്ഷേ that point. കർത്താവ് അത് നമ്മളെ കാൽവറി ക്രൂശിൽ കാണിച്ചു തന്നെയാണ്. അവസാനത്തോളം തന്റെ ജീവൻ കൊടുത്താണ് സഭയെ സ്നേഹിച്ചത്. On the cross of Calvary, Jesus paid the ultimate price, which is death to love his church. അത്രയും സഭയെ ക്രിസ്തു സ്നേഹിച്ചുവെങ്കിൽ If Christ loved the church that much, നാം പിന്നെ സഭയെ എത്രത്തോളം സ്നേഹിക്കേണ്ടത് how ആവശ്യമാണ്. much more should we love the church? പിന്നെ നാം വളരെ ശ്രദ്ധയുണ്ടായിരിക്കണം സഭയെക്കുറിച്ച് എന്തു പറഞ്ഞാലും. We should be paying attention about what we talk about the church. ആമേൻ. കാൽവറി അസംബ്ലിയിൽ ഇത് കാണാത്തോണ്ട് ഞാൻ വളരെ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്ന ഒരു I കാര്യമാണ്. praise God because I don't see this in Calvary പക്ഷേ Assembly. ഞാൻ വളർന്നു വന്നപ്പോൾ ഞാൻ ഒരുപാട് കണ്ട ഒരു സംഭവങ്ങളുണ്ട്, പല But as I was സംഭവങ്ങളുണ്ട്. growing up, I saw many things in the church. ആമേൻ. സഭ നമ്മൾ ആരാധിക്കുവാൻ കടന്നു വരുന്നതാണ്. And we come to worship in church. ദൈവ സ്നേഹത്തെ നാം തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരിടമാണ്. This is a place where you give glory to God, understanding the love of നാം God. സ്നേഹിക്കുന്ന ഒരിടമാണ്. It's where we respectfully love പക്ഷേ one another. പലയിടങ്ങളിലും കസാരകൾ പറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Many people we see chairs are being picked up. ആമേൻ. പല സ്ഥലങ്ങളിൽ പാഠ്യപുസ്തകങ്ങൾ പറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I've seen songbooks flying in the air. പക്ഷേ നാം വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ശ്രദ്ധയോടെ വേണം നാം സഭയെ സ്നേഹിക്കേണ്ടത്. How careful should we be in loving the church because how Christ paid the price. പ്രിയ ദൈവമക്കളെ, സഭ പെർഫെക്റ്റ് അല്ല, പക്ഷേ സഭ പ്രഷ്യസ് ആണ്. The church is not perfect, but the church is precious. Amen. Let me say that again. A church may not be perfect, but church is very much precious. Amen. The church is precious, may not be perfect. ഈ പ്രഷ്യസ് ആയിട്ടുള്ള സഭയ്ക്ക് വേണ്ടി കർത്താവ് തന്റെ ജീവൻ കൊടുത്താണ് We വീണ്ടെടുത്തിരിക്കുന്നത്. see Jesus paid his life for the cost of the അങ്ങനെയാണെങ്കിൽ church. സഭയ്ക്കകത്തുള്ള ശിഷ്യന്മാർ ഈ സഭയെ എത്രത്തോളം സ്നേഹിക്കേണ്ടതാണ്. If that's the case, how should disciples love the church? എങ്ങനെയാണ് സഭയെ സ്നേഹിക്കുവാൻ How കഴിയുന്നത്? do you love the church? ഒന്നാമതായി സഭയിൽ വരണം.
You need to come to church ആമേൻ. first. സഭയെ സ്നേഹിക്കുന്നെങ്കിൽ സഭയിൽ വരണം. If you love the church, you should come. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്ന പോലെ ചിലർ ഉപേക്ഷയായി എന്ന് വിചാരിക്കുന്നുണ്ട്. And some look at it as vain attending church. ഇന്ന് മാത്രമല്ല അന്നും ഇത് ഉപേക്ഷയായി വിചാരിക്കുന്ന പലരുമുണ്ട്. It's not just today, but back then also people took church in vain. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഭയിൽ കൂടിവരവിൽ വരണം. If you love church, you need to come in attendance. രണ്ടാമതായി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പാരപണിയരുത്. And the second thing is you shouldn't build burdens for the church, but pray for the church. മൂന്നാമതായി സഭയെ നാം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. And the third thing is you need to rescue the അത് നാം church. വേറൊരു സന്ദേശത്തിൽ നാം കേട്ടതാണ് സഭയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച്. And we heard about that in another sermon. നാലാമതായി സഭയ്ക്കകത്ത് നാം ഗോസിപ്പ് പറയരുത്. And we shouldn't be gossiping about the church. സഭയ്ക്കകത്ത് ക്ഷമയുണ്ടാകണം. You need to have patience in the church. ഞാൻ വളരെ പ്ലെയിൻ ആയിട്ടാണ് നിങ്ങളോട് ഇത് I'm പറയുന്നത്. telling you very clearly today. കാരണം ഇതൊന്നും ഷുഗർ കോട്ട് ചെയ്യേണ്ട കാര്യമല്ല. We don't need to sugarcoat this. കാരണം ഇതൊന്നും ഷുഗർ കോട്ട് ചെയ്യാതെ ക്രിസ്തു തന്റെ സഭയ്ക്ക് വില കൊടുത്തത് മനസ്സിലാവുകയാണെങ്കിൽ നാം സഭയെ If you സ്നേഹിക്കുവാനിടയാകും. understand the price that Jesus paid, you don't need to, you will love the church. ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യമെന്ന്. Many of you ask, why do you need to say all this in church? ആമേൻ. പക്ഷേ ഇത് ഓൺലൈനിൽ കേൾക്കുന്ന അനേകരുണ്ട്. There's people listening online. ആമേൻ. പ്രിയ ദൈവമക്കളെ, നാം ഈ നാളുകളിൽ എത്തി നിൽക്കുമ്പോൾ സഭയെ എത്രത്തോളം ഗൗരവമായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. Child of God, you need to be very serious about the church. ആമേൻ. ചില ആൾക്കാര് സഭ എന്ന് പറയുന്ന ചർച്ച് എന്ന് പറയുന്ന ഐഡിയ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. And many people like the idea of church, പക്ഷെ സഭയിലുള്ള ആൾക്കാരെ അവർക്ക് ഇഷ്ടമല്ല. but they don't like the people inside the church. ആമേൻ. ഒരിക്കലും നമുക്ക് സഭയെ സ്നേഹിക്കാം, പക്ഷെ സഭയിലുള്ള ആൾക്കാരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. You can't love the church and not love the people that are inside ആമേൻ. the church. സഭയെ ഞാൻ സ്നേഹിക്കും, പക്ഷെ സഭയിലുള്ള ആൾക്കാരെ ഞാൻ നശിപ്പിക്കാൻ ശ്രമിക്കും. I'll love the church, but I'll destroy every individual in the church. ആമേൻ. സഭയിൽ നിന്ന് നാം കൺസ്യൂം ചെയ്യുക മാത്രമല്ല, പക്ഷെ സഭയെ തിരിച്ച് സ്നേഹിക്കുവാൻ നാം It's അറിഞ്ഞിരിക്കണം. not just about consuming the church, but you should love one another in the church. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 13 ഇപ്രകാരം പറയുന്നുണ്ട്. In Gospel of John chapter 13, it reads like this. ആമേൻ. 35 വാക്യത്തിൽ പ്രകാരം ഇതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യർ എന്ന് അവരറിയും. By this I will know that you are my disciples. ഏതിനാലാണ് അറിയുന്നത്? How do you all know? ആമേൻ. ചർച്ചിന്റെ ഒരു ലോഗോ ബമ്പർ സ്റ്റിക്കർ ആയിട്ട് ഒട്ടിക്കുമ്പോഴാണോ? Is it with the logo of the bumper sticker of the church? അതോ മാർക്കറ്റിൽ പോകുമ്പോൾ ചർച്ചിന്റെ ലോഗോ ഉള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട് പോയതാണോ? Is it because you wear a t-shirt that resembles the അതോ church? 4 പേര് കൂടി നിൽക്കുമ്പോൾ ഫോണിൽ ക്രിസ്ത്യൻ റിംഗ് ട്യൂൺ അടിക്കുന്നോണ്ടാണോ? Is it because your ringtone is a Christian? ഇതെല്ലാം നല്ലതാണെങ്കിലും കർത്താവ് പറയുകയാണ്, സ്നേഹത്താലാണ് നിങ്ങൾ എൻ്റെ ശിഷ്യരെന്ന് All അറിയപ്പെടുന്നത്. this may be good, but you are known as disciples because of the love. ആമേൻ. ഏതോ ഒരു ടൈറ്റിൽ ഉണ്ടായതുകൊണ്ടല്ല, പക്ഷേ ദൃഢമായിട്ടുള്ള ദൃഢനിശ്ചയമുള്ള ശിഷ്യന്മാർക്ക് ദൈവത്തോടും സഭയോടുമുള്ള ഒരു സ്നേഹം കാണുവാനിടയാകും. It's not because of any position or title that you have, but you to be a diligent disciple, it's because of the love. ആമേൻ. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. Please pay attention. ആമേൻ. ഇവിടെ ഒരു കണക്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. There's a connecting factor here. നാം സഭയെ സ്നേഹിക്കുമ്പോൾ When you love the church, ഓട്ടോമാറ്റിക് ആയിട്ട് സഭയെ ശുശ്രൂഷിക്കുവാനും ഇടയാകും. and automatically you'll serve the church. ആമേൻ. when diligent disciples സഭയെ സ്നേഹിക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് അവരെ സഭയിൽ ശുശ്രൂഷിക്കുവാനും ഇടയാകും. Diligent disciples who love the church will automatically serve the church. ആരും വന്ന് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് നിർബന്ധിക്കേണ്ട No ആവശ്യമില്ല. one has to persuade you to come to നോക്കി church. കണ്ട് ചെയ്യുവാൻ കഴിയും. And you will look and do what you need to നമുക്ക് do. നമ്മുടെ ഭവനത്തിൽ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ നോക്കി കണ്ട് കാര്യങ്ങൾ ചെയ്യത്തില്ല. Well, if we like our home, don't we look and do what we അതോ need അവർ to do? അങ്ങനെ ഇട്ടേക്കുവോ? Or do we just leave it like that? ഇട്ടേക്കുന്നെങ്കിൽ ഓക്കെ. If you do that, then that's fine. ആമേൻ. സഭയെ ശുശ്രൂഷിക്കുവാനിടയാകും. And you'll serve the church. ആമേൻ. ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുവോ പ്രസംഗിക്കുകയോ മാത്രമല്ല. This ministry doesn't happen just on the stage or ശുശ്രൂഷ എന്ന് worship. പറയുന്നത് ഇവിടുത്തെ 35-40 ഡിപ്പാർട്ട്മെന്റിൽ നാം നിൽക്കുന്നത് മാത്രമല്ല. ശുശ്രൂഷ എന്ന് പറയുന്നത് The ministry is not about serving, it's not about all the departments that the ശുശ്രൂഷ church എന്ന് has. പറയുമ്പോൾ സഭ വൃത്തിയായി സൂക്ഷിക്കുന്നത് ഒരു ശുശ്രൂഷയാണ്. And you keeping the church clean is a ministry, a കഴിച്ചു serving. കഴിഞ്ഞിട്ട് പ്ലേറ്റും വെള്ളവും കുപ്പിയും എല്ലാം കച്ചറയിൽ കളയുന്ന ഒരു ശുശ്രൂഷയാണ്. Everything you do, cleaning, throwing your trash up is serving. അവരോര് കഴിച്ചത് All those individuals that വേറൊരാൾ have വന്നെടുക്കല്ല, അവരോര് കഴിച്ചത്. those you, if you ate, you should throw your trash ട്രാഷ് away. കണ്ടിട്ട് അതിങ്ങനെ തട്ടി അപ്പുറത്തെ മുറി വരെ തട്ടിക്കൊണ്ട് പോകുന്നതല്ല, അതെടുത്ത് ട്രാഷിൽ കളയുന്ന ഒരു ശുശ്രൂഷയാണ്. If you see trash, you shouldn't kick it for another person to throw it out. You should do it. സഭയിലുള്ള കാര്യങ്ങൾ നശിപ്പിക്കാതെ അതെങ്ങനെ സൂക്ഷിക്കുവാൻ കഴിയും, അതൊരു ശുശ്രൂഷയാണ്. Not to destroy what's in the church, but to secure those things in the ഇതെല്ലാം church. വെറുതെ ഒരു ഡിസൈപ്പിൾ എന്ന ടൈറ്റിൽ ഉള്ള ആൾക്കാർക്ക് ചെയ്യുവാൻ കഴിയില്ല. This is not just because you have a title of പക്ഷേ disciple. യഥാർത്ഥ ശിഷ്യത്വവും യഥാർത്ഥ ദൃഢനിശ്ചയമുള്ള ശിഷ്യന് മാത്രമേ ഇത് ചെയ്യുവാൻ കഴിയൂ. True disciples and diligent disciples can only do this. ആമേൻ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. I want to share an example പഴയ with you. നിയമത്തിൽ ദൈവം ബെസലേലിനെ അഭിഷേകം ചെയ്യുവാനിടയായി. And we see in the Old Testament, Bezalel
was anointed ടാബർനാക്കിൾ പണിയുവാൻ വേണ്ടി. and to build the tabernacle. പക്ഷേ അത് ബെസലേൽ മാത്രമല്ല പണിതത്. It was not just Bezalel. ബെസലേലിനെ അതിനെ അഭിഷേകം ചെയ്ത് നേതാവായി നിർത്തിയെങ്കിലും ഇസ്രായേൽ ജനം ഒരുമിച്ച് കൂടിയാണ് ആ ശുശ്രൂഷ ചെയ്യുവാനിടയായത്. Bezalel was in leadership, but the whole Israel was building together. പിന്നീട് നാം കാണുമ്പോൾ നെഹമ്യാവ് മതിൽ പണിയുന്നത് നമുക്ക് കാണാം. We see Nehemiah build the walls. ആമേൻ. പക്ഷേ നെഹമ്യാവ് മാത്രമല്ല മതിൽ പണിതത്. It wasn't just Nehemiah. ഓരോരുത്തരും അവരവരുടെ നിരയിലുള്ള ഭാഗങ്ങൾ അവരവർ പണിയുവാനിടയായി. Everyone had their own responsibility. അവിടെ പ്രത്യേകമായ ഒരു വ്യക്തിയുടെ പേര് എന്നെ സ്പർശിക്കുവാനിടയായി. And there was a person that really spoke to me. ആമേൻ. ആ ഒരു പ്രത്യേക ഒരു സിറ്റിയുടെ ഒരു പ്രഭു ഉണ്ടായിരുന്നു, മൽക്കിയാവ്. മൽക്കിജ എന്നാണ് പുള്ളിയുടെ പേര്. There was a Malkijah that was a city priest there. Prince, a ruler. Prince of that place. ആമേൻ. പുള്ളിയാണെങ്കിൽ കുപ്പവാതിലാണ് പണിതത്. He built dung gate. a dung gate. ആമേൻ. ഏറ്റവും നാറ്റമുള്ള സ്ഥലമാണ് പുള്ളി പണിതത്. He built the most odorous place. ആമേൻ. പുള്ളിക്ക് വേണമെങ്കിൽ മാറിയെന്ന് പറയാം, ഞാനാണെങ്കിൽ ഈ പട്ടണത്തിന്റെ പ്രഭുവാണ്, ഞാൻ ഈ പണി വരെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. He could have said, I don't want to build this stinky gate. പക്ഷേ ഇസ്രായേൽ ജനം മതിൽ പണിയാൻ നേരത്ത് പുള്ളിയും കൈയൊക്കെ ഒന്ന് മടക്കി വെത്തി ആ കുപ്പവാതിൽ പണിയുവാൻ തീരുമാനിച്ചു. This ruler also built that dung gate. പ്രിയ ദൈവമക്കളെ, യഥാർത്ഥമായ ശിഷ്യത്വം ശിഷ്യന്മാർക്കും കുപ്പവാതിൽ കാണുമ്പോൾ മാറ്റി നിർക്കത്തില്ല. പ്ലാറ്റ്ഫോം മാത്രമല്ല പണിയുന്നത്, അവർ കുപ്പവാതിലും പണിയുവാനിടയാകും. True disciples, diligent disciples will also build the dung gate. മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു I want to തരാം. share another example with you. നയമാന്റെ വീട്ടിൽ ഒരു ബാല്യക്കാരി പെണ്ണുണ്ടായിരുന്നു. There was a servant girl in Naaman's house. നയമാനെ എലീശയുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ട ഒരു ബാല്യക്കാരി പെണ്ണ്. This servant girl led him to Elisha. പുള്ളിക്കാരി ആയിരക്കണക്കിന് പ്രസംഗമൊന്നും പ്രസംഗിച്ചില്ല. She didn't preach many sermons. നൂറുകണക്കിന് പ്ലാറ്റ്ഫോം ഒന്നും ലഭിച്ചില്ല. She didn't have hundreds of stages. തന്റെ പേര് പ്രോഗ്രാം ഷീറ്റിൽ ഒന്നും അടിച്ചു വന്നിട്ടൊന്നുമില്ല. Her name wasn't in a program. പക്ഷേ ഇന്നും വചനത്തിൽ അപ്രകാരം ഒരു സ്ത്രീയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. But in the word of God, the servant girl is സ്വർഗം mentioned. തന്നെ കുറിച്ച് ഇന്നും ബഹുമാനിക്കുന്നുണ്ട്. Heaven loves that ഇന്ന് servant കേൾക്കുന്ന girl. പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, Child of God, listening to me today. ആമേൻ. ശിഷ്യത്വം എന്ന് പറയുമ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുക മാത്രമല്ല, Discipleship is not about being on stage. പക്ഷെ വെയിലത്ത് പുറത്തു നിന്ന് ശുശ്രൂഷ ചെയ്യുന്നതും അത് അറിയുന്ന ഒരു ദൈവമുണ്ട്. Going outside and serving is also അതാണ് ministry. യഥാർത്ഥമായ ദൃഢനിശ്ചയമുള്ള ഒരു That is ശിഷ്യത്വം. a diligent disciple. ആമേൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ When we come to the New Testament, കാനാവിലെ കല്യാണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. when we look at the wedding in Cana, കർത്താവായ യേശുക്രിസ്തു അവിടെ ദാസന്മാരോട് പറഞ്ഞു, ആ കൽഭരണിയിലെല്ലാം വെള്ളം നിറയ്ക്കുവാൻ പറഞ്ഞു. and Jesus said to fill all the pitchers with water. ആമേൻ. കൽഭരണിയിൽ വെള്ളം നിറച്ച ആ ദാസന്മാരുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? Did the servants' names show up in the Bible? ആമേൻ. അവർ വെള്ളം നിറച്ചു വന്നപ്പോൾ ആരെങ്കിലും അവരുടെ തോളത്ത് വെട്ടി ഗുഡ് ജോബ് എന്ന് Did പറഞ്ഞിട്ടുണ്ടോ? anybody applaud the servants that brought the ആമേൻ. pitchers? വെള്ളം വീഞ്ഞായപ്പോൾ അവരെല്ലാരും എഴുന്നേറ്റു എന്ന് ഈ കൊണ്ടുവന്നവർക്ക് വേണ്ടി കൈയടിച്ചിട്ടുണ്ടോ? Was there applause for the servants that brought the pitchers? അതൊന്നും അവിടെ നടന്നില്ല. None of that പക്ഷേ അവരുടെ happened. വിശ്വസ്തത അറിയുന്ന ഒരു But ദൈവമുണ്ട്. God saw his ഇന്ന് faithfulness. പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, Child of God, listening to me today. ദൃഢനിശ്ചയമുള്ള ഡിലിജന്റ് ആയിട്ടുള്ള ഡിസൈപ്പിൾഷിപ്പ് ആണെങ്കിൽ, If you are a diligent disciple, ആമേൻ, ആരും വന്ന് തോളത്ത് തട്ടിയില്ലെങ്കിലും, no one may applaud ആരും you. വന്ന് സ്റ്റാൻഡിംഗ് ഒവേഷൻ ഒന്നും No തന്നില്ലെങ്കിലും, one may give you devotion. നിന്റെ ശുശ്രൂഷ കണ്ട് സ്വർഗം അഭിമാനിക്കുന്നുണ്ട്. Heaven sees what you're അതിനു doing. വേണ്ടി തക്ക സമയത്ത് മറുപടി തരുന്ന ഒരു സ്വർഗമുണ്ട്. In due time, God will bless you. ഇതിലെല്ലാം ഉപരിയായി അതിലും നല്ലൊരു ഉദാഹരണമുണ്ട്. There's another example that I രാജാതി share. രാജാവും കർത്താവും ഭൂമിയിൽ വന്നപ്പോൾ ഇപ്രകാരം പറയുവാനിടയായി, Lord of Lords, King of Kings, when he came For the down. Son of Man didn't come to be served, but to serve. Amen. The Son of Man didn't come to serve, but to be served. Amen. ശുശ്രൂഷിക്കപ്പെടുവാൻ വേണ്ടിയല്ല, ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് രാജാതി രാജാവ് വന്നത്. Jesus came to serve us and not to be served. ഇന്ന് Amen. പലർക്കും മൈക്രോഫോൺ പിടിക്കുവാൻ തയ്യാറാണ്, പക്ഷെ തോർത്തൊന്നരെ ഉറ്റുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. Many people want to hold the mic, but they want to hold the പക്ഷെ towel. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് നമ്മളെ കാണിച്ചു തന്നത് മൈക്ക് എടുക്കുന്നതിന് മുമ്പേ ഒന്ന് മുട്ടുമടക്കി ആ തോർത്ത് നരെ ചുറ്റുവാൻ കഴിയുമോ? And Jesus wants us to bend our knees in the presence of ഇന്ന് God. ദൃഢനിശ്ചയമുള്ള ശിഷ്യത്വത്തിന് ആവശ്യമുള്ളത് ഈ മൈ പിടിക്കുന്ന മൈക്രോഫോണോ ഈ പുൾപിറ്റുമല്ല, പക്ഷേ ഒന്ന് ഇറങ്ങി ആ തോർത്തൊന്ന് ചുറ്റുവാൻ എത്ര പേർക്ക് How തയ്യാറാണ്? many of you will be serving as a diligent disciple just to hold the towel, not just on stage? ആമേൻ. പലപ്പോഴും കാണപ്പെടാൻ ആഗ്രഹമാണ്, പക്ഷെ ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യമില്ല. Many of us want to be visible in ministry, but not minister, serve. ആമേൻ. Amen. Hallelujah. Praise God. God is not looking for famous disciples, but God is looking for diligent disciples. God's not looking for famous disciples, but diligent disciples. എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്, പക്ഷെ ഞാൻ മുമ്പോട്ട് പോകട്ടെ. I want to say some things, but I'm going to go quickly. ഒന്നാമതായി, diligent disciples will love the church. First thing is diligent disciples who love the And church. when they love the church, they would automatically serve the church. And automatically they will serve the church. രണ്ടാമതായി, diligent disciples will live sacrificially. The second thing is diligent disciples will live sacrificially. ആമേൻ. ഈ ഭാഗം ചിലപ്പോഴൊക്കെ പ്രസംഗിക്കുമ്പോൾ ചില ആൾക്കാർ ഇറങ്ങി കാപ്പി കുടിക്കാനൊക്കെ പോകും. And many people leave when you hear this part. ആമേൻ. കാരണം sacrifice.
Because of sacrifice. ഇതിന് ചില വില കൊടുക്കേണ്ടതാണ്. This has to be paid with a price. ആമേൻ. വചനത്തിൽ ഒരു ക്രമമുണ്ട്. There is an order in the word of God. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 12 വാക്യം നാം വായിക്കുമ്പോൾ John chapter 21 verse 12. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള ഒരു It is സംഭവമാണ്. after the resurrection of Jesus. ആമേൻ. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, വന്ന് ഭക്ഷിപ്പീൻ. Jesus said to come and dine with me. ആമേൻ. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഞാൻ പോകുന്നില്ല. We all know the history. വന്ന് ഭക്ഷിപ്പീൻ എന്നാണ്. Come and dine with me. Jesus said, come and dine with me. പക്ഷേ ഇത് നടക്കുന്നതിന് കുറെ മുമ്പ് വേറൊരു വാക്യമുണ്ട്. And there's a verse that happened way before that. അത് മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിലാണ്. And in Matthew chapter 16, അതിന്റെ 24 വാക്യം, verse 24, അവിടെ പറയുന്നത് നാൾതോറും ക്രൂശ് എടുത്ത് എന്നെ അനുഗമിപ്പീൻ. it says, take up the cross and daily follow me. അപ്പോൾ ക്രമം എന്താണെന്ന് ചോദിച്ചാൽ, What is the order? there is a dying before dining. There is a dying before dining. മനസ്സിലാവുന്നുണ്ടോ? Do you understand me? ആമേൻ. ആദ്യം ഒരു മരിച്ചെങ്കിലേ ദൈവത്തോട് പന്തിയിലിരിക്കുവാൻ കഴിയൂ. If you haven't died, This is you the aren't order. able to dine in the Christ. Many a times dine we with don't want the Christ. dying part, but we want the dining part. Many of us don't want to die, but we want to dine. Amen. Many a times we don't want to pay the price, but we want the dining part. We want the dining part without paying the price. ആമേൻ. റോമർക്കെഴുതിയ ലേഖനം 12:1 ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. Romans chapter 12 verse 1 says like this. നിങ്ങളുടെ ശരീരം ജീവനുള്ള യാഗമായി അർപ്പിപ്പീൻ. Offer your bodies as a living sacrifice. പ്രത്യേകം ഈ ഒരു കാലഘട്ടത്തിൽ നാം എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് ഉയർപ്പിന്റെ ശക്തി എന്ന് പറയുന്നത്. And we all hear about the resurrection power. ആമേൻ. ഇപ്പോൾ എവിടെ നോക്കിയാലും നമ്മൾ ഉയർപ്പിന്റെ ശക്തി നിങ്ങൾ പ്രാപിക്കണം എന്നൊക്കെ നാം കേൾക്കാറുണ്ട്. Everyone talks about having that resurrection power. ആമേൻ. മിക്കവാറും എല്ലാ സന്ദേശത്തിലും ഞാൻ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഉയർപ്പിന്റെ ശക്തി. And I hear many sermons about resurrection power. ആമേൻ. പലപ്പോഴും നമുക്ക് ഉയർപ്പിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്, പക്ഷേ ക്രൂശീകരണത്തിന്റെ വേദന നമുക്ക് വേണ്ട. Many of us want the resurrection power but not the pain of the cross. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി അർപ്പിപ്പീൻ. And Paul says to give your lives as a living ആമേൻ. sacrifice. നമ്മുടെ പ്രകൃതം എന്താണെന്ന് വെച്ചാൽ ആരെ കൊന്നിട്ട് വേണമെങ്കിലും സാരമില്ല, എനിക്ക് ആ ഉയർപ്പിന്റെ ശക്തി വേണം. No matter what, we can die, kill somebody for the resurrection ആരെ power. കൊന്നാലും എനിക്കത് വേണം. No matter if I kill anybody, I want the ആരെ resurrection power. ക്രൂശിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് ആ ഉയർപ്പിന്റെ ശക്തി എനിക്ക് വേണം. No matter who I crucify, I want the resurrection പക്ഷേ power. പുതിയ ഉടമ്പടി പ്രകാരമുള്ള എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, According to the New Testament covenant, child of God, ആമേൻ, listening to me, ദൈവത്തിനാണെങ്കിൽ ഏതോ മൃഗങ്ങളുടെ യാഗമല്ലേ ആവശ്യം? Jesus doesn't desire any sacrifice. ദൈവത്തിന് ജീവനുള്ള യാഗമാണ് ആവശ്യം. He wants your living അത് sacrifice, മറ്റാരെയോ ജീവനുള്ള യാഗമല്ല ദൈവത്തിന് not ആവശ്യം. anyone else's life നിങ്ങൾ sacrifice. നിങ്ങളെ തന്നെയാണ് ജീവനുള്ള യാഗമായി But it's അർപ്പിക്കേണ്ടത്. your personal life He desires. ആമേൻ. Amen. അങ്ങനെ ജീവനുള്ള യാഗമായി കൊടുക്കുവാൻ ആഗ്രഹമുള്ള How എത്ര many of you പേരുണ്ട്? desire to give your life as a ഇന്ന് പലപ്പോഴും sacrifice? മറ്റുള്ളവരെ യാഗം കഴിച്ചിട്ട് അതിന്റെ പ്രതിഫലം എനിക്ക് വേണമെന്ന് പറയുന്നവരാണ്. You say that you want others to sacrifice, you want പക്ഷേ the ഇന്ന് reward. എത്ര പേർക്ക് പറയുവാൻ കഴിയും, മറ്റുള്ളവരെ യാഗം കഴിക്കുകയല്ല, ഞാൻ തന്നെ യാഗപീഠത്തിൽ ഒരു ജീവനുള്ള യാഗമായി അർപ്പിക്കുവാൻ Amen, എന്നെ amen. തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? How many of you say not other sacrifice, but you will submit to God as a ഇത് living sacrifice? സാധാ ഡിസൈപ്പിൾസിന് പറ്റത്തില്ല, ദൃഢനിശ്ചയമുള്ള ഡിസൈപ്പിൾസിനെ പറ്റത്തുള്ളൂ. Ordinary disciples can do this, only diligent disciples. ആമേൻ. ഇതിന് പഴയ നിയമത്തിൽ നാം നോക്കുകയാണെങ്കിൽ If we look in the Old Testament, ആമേൻ, മനോഹരമായ നമുക്കറിയാവുന്ന ഒരു ഭാഗമുണ്ട്. we know of a portion. ആമേൻ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിപ്പിക്കാൻ. Abraham was told to go sacrifice his son Isaac. അപ്പോൾ അബ്രഹാം എന്താണ് ചെയ്തത്? What did Abraham do? അടുത്ത വാക്യത്തിൽ നാം വായിക്കുമ്പോൾ What did he read in the next verse? അബ്രഹാം അതിരാവിലെ യാഗം കഴിക്കുവാൻ വേണ്ടി എഴുന്നേറ്റു. Early morning he went up to give a എന്നെ sacrifice. കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, Child of God listening to ഇന്ന് me. നാം എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? Why did we come to church today? നാം സ്തോത്രം എന്ന യാഗം അർപ്പിക്കുവാനാണ് വന്നിരിക്കുന്നത്. Is it to offer a sacrifice of praise? അപ്പോൾ നാം നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടോ? Did we wake up early this morning? ചിലർ ഉറങ്ങിപ്പോയിട്ടുണ്ട്. Some people fell asleep. ഉറങ്ങിപ്പോയി പിന്നെ വിചാരിച്ചാ ഓൺലൈനിൽ എന്തായാലും ലൈവ് ഉണ്ടല്ലോ, അപ്പൊ അത് കാണാം. Some people, while they fell asleep, let's just watch it online. ആമേൻ. അതോ അലാം അടിച്ച് പിന്നെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാണോ എഴുന്നേറ്റ്? Did you keep snoozing on your alarm and say you woke up very hard this morning? കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഡോറിൽ ഒരു പ്രാവശ്യം വന്ന് മുട്ടി, എഴുന്നേക്ക്, പള്ളി പോകാൻ സമയമായി. Did the kids come knock on your door? It's time to go to church. 10 പ്രാവശ്യം തട്ടി തോറൊക്കെ തല്ലി പൊളിച്ചിട്ടാണോ നിങ്ങളെ കൊണ്ടുവന്നത്? Did they knock 10 times and break down the door for you to come to church this morning? അതിരാവിലെ എഴുന്നേറ്റ് യാഗം അർപ്പിക്കുവാൻ വേണ്ടി. Early in the morning, offering ഏതോ sacrifice. മൃഗത്തെ യാഗം വയ്ക്കുക, സ്വന്തം പുത്രനെ ആകെ കൂടെ കുറെ നാൾ കാത്തിരുന്ന് കിട്ടിയതാണ്, അതിനെ യാഗം അർപ്പിക്കാൻ അതിരാവിലെ എഴുന്നേക്കുവാൻ It's ഇടയായി. not to sacrifice an ordinary animal, but to sacrifice his only son. Isaac woke up early in the morning to do
that. വർഷം മുമ്പ് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്കിത് അത്യുച്ചത്തിൽ എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയും. And many times I can preach early in the morning. No. If I had to preach this last year, I would have preached with a loud voice. Okay, if I had to preach this last year, I would have preached it with a loud voice. പക്ഷേ ഇന്ന് ഞാൻ ഒരു പാരന്റ് ആണ്. Now I'm a parent. I know. എൻ്റെ കുഞ്ഞിനെ ഇന്നൊന്ന് കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ, if God told me to kill my daughter, നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്കണം. You need to understand, imagine. ദൈവം പറയാണ്, നിങ്ങളുടെ കൈ കന്നിരിക്കുന്ന കുഞ്ഞിനെ കൊല്ലുവാൻ പറഞ്ഞാൽ അതിരാവിലെ അതിനുവേണ്ടി ഒരുങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? Are you prepared to sacrifice your only child early in the morning? അപ്പോഴാണ് അതിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നത്. The diligent discipleship. That's when you understand the cost of the Abraham didn't procrastinate on that. Abraham never procrastinated. Abraham didn't അതിനുവേണ്ടി ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യാനൊന്നും പോയില്ല. Abraham didn't negotiate. സോദോമിനെ നശിപ്പിക്കാൻ പോയപ്പോൾ അബ്രഹാം ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ ഇടയായി. And when Sodom and Gomorrah was destroyed, പക്ഷേ ഈ കാര്യത്തിൽ വന്നപ്പോൾ തിരിച്ചൊരു നെഗോഷിയേഷനും ഇല്ല. Abraham didn't go back. അതിൽ ഒരാഴ്ച ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. Abraham didn't say, let me meditate and think about it. ഉടനെ ഒരു സറണ്ടർ അവിടെ ഒരു സാക്രിഫിഷ്യൽ സറണ്ടർ അവിടെ ചെയ്യുവാനിടയായി. ആമേൻ. അങ്ങനെ ഒരു ത്യാഗം, ഒരു യാഗം അവിടെ ചെയ്യാൻ പോയപ്പോൾ ദൈവം അവിടെ ഒന്ന് ഒരുക്കുവാനിടയായി. When he surrendered sacrificially, God opened a sacrifice. ആമേൻ. നമുക്ക് സാറാഫാത്തിലെ വിധവയെ നമുക്ക് നന്നായി അറിയാം. We know the widow at Zarephath. ആമേൻ. അവിടെ ഏലിയാവ് പറഞ്ഞു, ആ ഉള്ളത് ആദ്യം എനിക്കൊന്നതാ. Elijah said, to give me what you have already. ആമേൻ. ആ അല്പം മാത്രമേ ഉള്ളൂ. അവർക്കൊന്ന് കഴിച്ചിട്ട് പിന്നെ മരിക്കുവാൻ മാത്രമേ അവർക്കുള്ളായിരുന്നുള്ളൂ. They only had a little flour to make a cake. പക്ഷേ അത് ഏലിയാവിന് അവർ കൊടുക്കുവാൻ തയ്യാറായിരുന്നു. കൊടുത്തതുകൊണ്ട് എന്തുണ്ടായി? ആ ക്ഷാമം തീരുവോളം അവരുടെ ഭരണിയിലെ എണ്ണയും മാവും കുറഞ്ഞു പോയിട്ടില്ല. Because of the sacrifice of her, the oil and the flour never decreased. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, Child of God, അല്പം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ അതൊന്ന് സാക്രിഫൈസ് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ഏത് ക്ഷാമമാണെങ്കിലും അതിനെ പോറ്റുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. You may only have little, but if you വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? ചിലപ്പോൾ നിങ്ങൾ ക്ഷാമത്തിൽ കൂടിയായിരിക്കും ഇന്ന് കടന്നു പോകുന്നത്. ചിലപ്പോൾ ഏത് ക്ഷാമമാണെന്ന് എനിക്കറിയത്തില്ല. ഫൈനാൻഷ്യൽ ക്ഷാമം മാത്രമല്ല ഞാൻ പറയുന്നത്, ഏത് രീതിയിലും മണ്ഡലത്തിലുമുള്ള ക്ഷാമമായിരിക്കാം. എനിക്ക് അല്പം മാത്രമേ ഉള്ളൂ, പക്ഷേ അതൊന്ന് വിശ്വസിച്ച് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കുവാൻ കഴിയുമോ? അബ്രഹാമിന് മാത്രമല്ല യഹോവ ഇരയായിട്ടുള്ളത്, ഇന്നും യഹോവ ഇര തന്നെയാണ്. ദൃഢനിശ്ചയമുള്ള ഏതൊരു ശിഷ്യനും യഹോവ ഇരേ തന്നെയാണ്. Every diligent disciple, Jehovah Jireh is there for you. ആമേൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, when you come to the New Testament, വിധവയ്ക്ക് ചെറിയ 2 ദ്രഹ്മ മാത്രമേ ഉള്ളായിരുന്നു. 2 small coins. And the widow only had 2 small coins. ആമേൻ. ആ പുള്ളിക്കാരി, ആ വിധവ ദേവാലയത്തിൽ വന്നതാണ്. And that widow came to the temple. വചനം പറയുന്നത് ആ കൂടെ 2 ദ്രഹ്മ മാത്രമേ ഉള്ളായിരുന്നു. She only had 2 coins. തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. She didn't even have money പക്ഷേ to go back home. 2 ദൈവസന്നിധിയിൽ ഇടുവാനിടയായി. She gave the 2 coins to the church. ആ ഇട്ടപ്പോൾ ആരും അറിഞ്ഞില്ല. No one understood. ആരും അത് കണ്ടിട്ടാണെങ്കിൽ ഒന്നും പറഞ്ഞില്ല, ഇത് കൊള്ളാമെന്ന് പറഞ്ഞില്ല. No one said good job. ആമേൻ. പക്ഷേ അത് കണ്ട ഒരു ദൈവമുണ്ട്. But God saw that. അത് കണ്ടു മാനിച്ച ഒരു ദൈവമുണ്ട്. God honored her. ആമേൻ. ഇന്നും നിന്റെ ചെറുതാണെങ്കിലും അതിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. God will bless the little that you have. ആമേൻ. 5 അപ്പവും 2 മീനും ദൈവകരങ്ങളിലേക്ക് കൊടുത്ത ഒരു ബാലനെ നമുക്കറിയാം. We know the child that gave 5 fish and 2 loaves. അല്പമേ ഉള്ളായിരുന്നുള്ളൂ. He only had little. മുമ്പിലിരിക്കുന്നത് 5000 പുരുഷന്മാരാണ്. There's 5000 men. പക്ഷേ നിന്റെ 5 അപ്പത്തെയും 2 മീനിനെയും വർദ്ധിപ്പിക്കുന്നവന്റെ കരങ്ങളിലേക്കാണ് കൊടുക്കുന്നത്. God was given the 5 loaves and 2 fish. അല്പം മനുഷ്യരുടെ കരങ്ങളിലേക്കല്ല കൊടുക്കുന്നത്. It's not giving to man. ഏതോ ഒരു വ്യക്തിയുടെ കരങ്ങളിലേക്കല്ല. Not just to any individual. പക്ഷേ sacrificially giving it into the hands of God. Sacrificially given into hands of God. പ്രിയ ദൈവമക്കളെ, Child of God, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. I want to share one thing to you. Amen. God is not impressed by the size of your gift, but God is impressed by the size of your sacrifice. Amen. God is not impressed by the size of your gift, but the size of your sacrifice. How many of you understand that? കൊടുക്കുന്നതിന്റെ വലിപ്പത്തിലല്ല, പക്ഷേ ഹൃദയത്തിന്റെ ആ ത്യാഗത്തിലാണ് ദൈവം നോക്കുന്നത്. God's impressed by the size of your surrender. ഇന്ന് ഹൃദയത്തിൽ നിന്ന് കൊടുക്കുവാൻ എത്ര ശിഷ്യന്മാർക്ക് ആഗ്രഹമുണ്ട്? Desire to give for surrender. ആമേൻ. വലിയ വലിപ്പത്തിലല്ല, പക്ഷെ കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഒരു സാക്രിഫിഷ്യൽ ഗിവിംഗ് ആണ്. It's not the size of your gift, but it's the size of your surrender. സഭയെ സ്നേഹിക്കുമ്പോൾ സഭയെ ശുശ്രൂഷിക്കുന്നത് പോലെ തന്നെ, and just as you love the church, you serve the church. ഇവിടെ സാക്രിഫിഷ്യൽ ലൈഫ് ഉള്ളവർക്ക് മറ്റൊരു സംഭവമുണ്ട്. There's one other thing that goes along with living sacrificially. When you have sacrificial life, you have a sacrificial mission as well. You also have a sacrificial mission. പഴയ നിയമത്തിൽ യെശയ്യാവ്
And Isaiah in the Old Testament, യെശയ്യാ പ്രവാചകൻ ആണെങ്കിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ കണ്ടു. and he saw the Lord seated high and above. Lord seated high and above. ആമേൻ. അപ്പോൾ ഒരു ദൂതനാണെങ്കിൽ കനലിൽ നിന്ന് ഒരു കോൾ കൊണ്ടുവന്ന് തന്റെ നാവിൽ And വെക്കുവാനിടയായി. we see the angel brought a coal on his ആ tongue. സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ After all that happened, ആമേൻ ദൈവം ചോദിക്കുന്നുണ്ട്, ആര് എനിക്ക് വേണ്ടി പോകും, ആരെ ഞാൻ അയക്കേണ്ടു? God says, who shall I send? ആമേൻ. യെശയ്യാവ് പറഞ്ഞില്ല, ചോദ്യം കൊള്ളാം, ഞാൻ ഒന്ന് പോയി ഒന്ന് നോക്കിയിട്ട് കൊള്ളാവുന്ന ഒരാളെ ഞാൻ അയക്കാം എന്ന് Isaiah പറഞ്ഞില്ല. didn't rebut God. ആമേൻ. യെശയ്യാവ് കേട്ടപാടെ പറഞ്ഞു, ഹിയർ ഐ ആം, സെൻഡ് മീ. Isaiah said, here I am, send ഒരു me. diligent disciple will be ready for a sacrificial mission. A diligent disciple will be ready for a ആമേൻ. sacrificial പോയി mission. മറ്റൊരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ അയക്കാമെന്ന് യെശയ്യാ പറഞ്ഞില്ല. ആ നിമിഷം തന്നെ, ഹേ, ഞാൻ ആ അരിഷ്ട മനുഷ്യനായിരുന്നു, ഞാൻ ഒന്നിനും കൊള്ളാത്തവനായിരുന്നു, പക്ഷെ ദൈവത്തെ ഞാൻ മുഖാമുഖമായി കണ്ടു, ഞാൻ മരിച്ചുപോയല്ല. ദൈവം എൻ്റെ നാവിന്മേൽ തൊട്ടു, അശുദ്ധമായ അധരം അത് ശുദ്ധീകരിച്ചു. അപ്പോൾ ആരെ അയക്കണ്ടുവെന്ന് ചോദിക്കുമ്പോൾ മറ്റാരെ നോക്കുകയല്ല, ഞാൻ തന്നെ പോകുവാൻ തയ്യാറാണ്. Isaiah didn't make any excuses. Isaiah said he sanctified his tongue. He said, I will go. Will you be willing to go just like Isaiah did? കർത്താവായ യേശു ക്രിസ്തു അസെൻഷൻ ചെയ്യുമ്പോൾ, സ്വർഗാരോഹണം ചെയ്യാൻ നേരത്ത് ശിഷ്യന്മാരെ നോക്കി ഇപ്രകാരം പറയുവാനിടയായി. When Jesus was ascending to heaven, he said like this to the disciples. പോയി നല്ല ചർച്ച് കെട്ടിടങ്ങൾ പണിയുക, അതൊക്കെ കണ്ട് ആരെങ്കിലും വന്ന് കയറുമായിരിക്കും. And he didn't say to go build big buildings for people to come into church. അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. He didn't say anything like that. Go therefore and make disciples of all nations. Jesus said, go and make disciples of all nations. പ്രിയ ദൈവമക്കളെ, Child of God today, Jesus gave a great commission, not a great suggestion. Jesus gave us a great commission. It's not a suggestion. ആമേൻ. ഒരു ഗ്രേറ്റ് കമ്മീഷൻ ആണ് ദൈവം സ്വർഗാരോഹണം ചെയ്തത്, അല്ലാതെ ഒരു സജഷൻ അല്ല അവിടെ കൊടുത്തത്. God didn't give us a suggestion. He gave us a എന്നെ great കേൾക്കുന്ന commission. പ്രിയ ദൈവമക്കളെ, നാം സ്വയമേ നാം കർത്താവിന്റെ ശിഷ്യരാണെന്ന് നാം പറയാറുണ്ട്. And we all say individually we want to become his disciple. ആമേൻ. നാം എല്ലാവരും ശിഷ്യരാണെന്ന് നാം പറയാറുണ്ട്. We all say we may be But disciples. check, am I a diligent disciple? Check to see if you're a diligent ആമേൻ. disciple. ഡിലിജന്റ് ആയിട്ടുള്ള ഡിസൈപ്പിൾ ആണെങ്കിൽ എൻ്റെ മിഷൻ എപ്രകാരം തന്നെയാണ്. And if you are a diligent disciple, how's your mission aligned ആമേൻ. with ഞാൻ God? ജോലി ചെയ്യുന്ന ക്യൂബിക്കിളിൽ എൻ്റെ മിഷൻ എന്താണ്? In your cubicle at work, what is your ആമേൻ. mission? ഞാൻ പോകുന്ന സ്കൂളും കോളേജുകളിലും എൻ്റെ മിഷൻ എന്താണ്? What is your mission at your school and ആമേൻ. ഞാൻ colleges? ഹോട്ടലിൽ പോകുമ്പോൾ വെയിറ്ററോട് സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്? How do you speak to a waiter at a ഒരു hotel? പ്രശ്നം ജോലിയിൽ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് അത് നേരിടുന്നത്? How do you deal with problems at your ആരും job? കാണാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? When no one sees, how do you ഇതെല്ലാം ഒരു intervene? ദൃഢനിശ്ചയമുള്ള ഡിലിജന്റ് ഡിസൈപ്പിളിനെ കഴിയത്തുള്ളൂ. This is only done by a diligent disciple. ആമേൻ. നാം ഒരു ഡിലിജന്റ് ഡിസൈപ്പിൾ ആണെങ്കിൽ If you are a diligent നാം disciple, സഭയെ സ്നേഹിക്കും. you love the church. നാം രണ്ടാമതായി നാം സാക്രിഫിഷ്യൽ ലൈഫ്സ് ആയിരിക്കും. We'll live sacrificially. പക്ഷേ ഇതിനെല്ലാം നടക്കണമെങ്കിൽ If all this needs to happen, ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള there's ഒന്നുണ്ട്. the most important അതാണ് thing. എൻ്റെ മൂന്നാമത്തത്. That's the third thing. A diligent disciple will diligently walk with A Christ. diligent disciple walks with Christ. ഇത് വളരെ പ്രാധാന്യമാണ്. This is very important. ആമേൻ. നാം ഇപ്രകാരം മലയാളത്തിൽ പറയാറുണ്ട്. In Malayalam, we say like this. ആമേൻ. ചോറ് ഇവിടെയും കൂർ അവിടെയുമാണെന്ന്. Rice is You there. eat food here, but your loyalty is somewhere else. You eat food here, but your loyalty is ആമേൻ. elsewhere. കർത്താവിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ആവശ്യമാണ്. We need God's blessings. പക്ഷെ കർത്താവിനോട് നടക്കാൻ അത് പറ്റത്തില്ല. You can't walk with Christ. ആമേൻ. നമുക്ക് കർത്താവിന്റെ ശിഷ്യരാകുവാൻ ആഗ്രഹമാണ്. We desire to be his പക്ഷെ disciple, കൂടെ നടന്നുള്ള ആ ശിഷ്യത്വം അതെനിക്ക് വേണ്ട. but I don't want the discipleship. ആമേൻ. ചില ആൾക്കാർ നടക്കുന്ന കണ്ടാൽ തന്നെ അറിയാം അവർ തമ്മിലുള്ള യോജിപ്പ് എത്ര ഉണ്ടെന്ന്. When we see many people walk, we understand the unity that they ചില have. ഭാര്യയും ഭർത്താവും നടക്കുന്ന കണ്ടാൽ ബൈനോക്കുലർസ് വെച്ച് നോക്കണം ഭർത്താവ് ഇങ്ങനെ. Many husbands and wives, you need to look at binoculars to see who they are. ക്യാച്ചപ്പ് ഓടി പിടിക്കണം അവരെ. You need to quickly catch them. അമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. And Amos reads like this. രണ്ടുപേരെ ഐക്യമത്യപ്പെട്ടിട്ടല്ലാതെ നടക്കുവാൻ കഴിയില്ല. And if two people don't agree, they can't walk together. ആമേൻ. വചനത്തിൽ ഒരുപാട് പേര് ദൈവത്തോടൊപ്പം നടന്നതുണ്ട്. And many people walked with God in the നമുക്ക് Word. ഉൽപ്പത്തി തൊട്ട് നമ്മൾ അത് കാണുന്നുണ്ട്. From Genesis, we see that. ആദാം നടന്നിട്ടുണ്ട്, Adam walked, ഹാനോക്ക് നടന്നിട്ടുണ്ട്. Enoch walked, ആമേൻ. അതിലുപരിയായി നോഹ ദൈവത്തോടൊപ്പം നടന്നതാണ്. and Noah also walked. നോഹ ദൈവത്തോടൊപ്പം നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? What happened when Noah walked? നോഹയെ കൊണ്ട് ദൈവം ഒരു പെട്ടകം പണിയുവാനിടയായി. Noah built an ark. പുതിയ നിയമത്തിൽ നോഹയെക്കുറിച്ച് ഇപ്രകാരമാണ് നോഹയുടെ കാര്യം പറയുമ്പോൾ ഇപ്രകാരമാണ് പരാമർശിക്കുന്നത്. In the New Testament, we read about how Noah was talked മത്തായി about. സുവിശേഷം 24-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. In Matthew chapter 24, we read like this. മനുഷ്യപുത്രന്റെ വരവിന്റെ സമയം അത് നോഹയുടെ ദിവസം പോലെയായിരിക്കും. Coming of the Son of Man will be like the days of Noah. എന്തായിരുന്നു നോഹയുടെ സമയത്ത് What will സംഭവിച്ചത്? happen in the days of അവര് Noah? തിന്നും കുടിച്ചും വിവാഹത്തിന് പോയും വിവാഹത്തിന്
വിവാഹത്തിന് കൊടുക്കുകയും ചെയ്തു. Everybody lived in drunkenness and merriness during the times of Noah. ആമേൻ. തിന്നുക, വെള്ളം കുടിക്കുക, വിവാഹത്തിന് പോവുക, വിവാഹത്തിന് കൊടുക്കുക, എല്ലാം ഓക്കെ, കുഴപ്പമില്ല. They went to weddings, they drunk, പക്ഷേ they were married. ഇതെല്ലാം ചെയ്യുമ്പോൾ അവർ മറന്നുപോയ ഒരു സംഭവമുണ്ട്. As they were rejoicing like this, they forgot അവർ something. ദൈവത്തോടൊപ്പം നടക്കുവാൻ അവർ മറന്നുപോയി. They forgot to walk with പക്ഷെ God. നോഹ അവിടെ ദൈവത്തോടൊപ്പം നടക്കുവാനിടയായി. But Noah walked with God. ദൈവത്തോടൊപ്പം നടന്ന നോഹയ്ക്ക് മാത്രമേ പെട്ടകം പണിയുവാൻ കഴിയത്തുള്ളൂ. And Noah is the only one that can build the ark. കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ബുദ്ധി കൊണ്ട് പെട്ടകം പണിതാൽ പെട്ടകം പണി നടക്കത്തില്ല. If we build the ark with our knowledge, it won't happen. പെട്ടകം പണിയുവാനുള്ള കണക്കും ഫോർമുലയും കൈവച്ചുകൊണ്ട് പെട്ടകം പണിയുവാൻ You കഴിയത്തില്ല. can't build an ark with the specs. പെട്ടകം പണിയുവാനുള്ള റിസോഴ്സ് നമ്മൾ ശേഖരിച്ചത് കൊണ്ട് പെട്ടകം പണിയുവാൻ You കഴിയത്തില്ല. can't build the ark with the resources. പെട്ടകം പണിയുവാനുള്ള സകല ബുദ്ധി ഉണ്ടെങ്കിലും പെട്ടകം പണിയുവാൻ കഴിയത്തില്ല. You can't build the ark with the പെട്ടകം knowledge. പണിയണമെങ്കിൽ ദൈവത്തോടൊപ്പം നടക്കുന്നവനെ പെട്ടകം പണിയുവാൻ Only കഴിയത്തുള്ളൂ. person that can build the ark is with the കുടുംബ one who walks with ജീവിതത്തിന്റെ God. പെട്ടകം പണിതെടുക്കണമെങ്കിൽ ദൈവത്തോടൊപ്പം നടക്കുവാനേ If you need കഴിയത്തുള്ളൂ. to build the ark, God needs to walk with you. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ പെട്ടകം പണിയണമെങ്കിൽ ദൈവത്തോടൊപ്പം നടന്നേ തീരൂ. In your kid's life, God needs to be നിങ്ങളുടെ walking. ജീവിതത്തിന്റെ പെട്ടകം പണിയണമെങ്കിൽ ദൈവത്തോടൊപ്പം നടന്നേ പെട്ടകം In പണിയുവാൻ your life, if കഴിയത്തുള്ളൂ. the ark needs to be built, you need to walk with God. ലോകത്തോടൊപ്പം നടക്കുന്നവന് പെട്ടകം പണിയുവാൻ Those കഴിയത്തില്ല. who are walking in the ways of the world cannot build the ark. പെട്ടകം പണിയുവാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? How many even desire to build the ark? ദൈവത്തോടൊപ്പം നടക്കുവാൻ ഒരു തീരുമാനമെടുക്ക. Decide to walk with God. ദൈവത്തോടൊപ്പം നടക്കുന്നവനെ പെട്ടകം ദൈവം പണിയിപ്പിക്കും. Only those who walk with God can അവിടെയും build the ഇവിടെ ark. കറങ്ങി നടക്കുന്നവനെ കൊണ്ട് ദൈവം പെട്ടകം പണിയാൻ ചെയ്യിപ്പിക്കത്തില്ല. You can't be leisurely walking to do that. ആമേൻ. Amen. മറ്റൊരാൾ ദൈവത്തോടൊപ്പം നടക്കുവാനിടയായി. There's another person that walked with God. അബ്രഹാം ദൈവത്തോടൊപ്പം നടക്കുവാനിടയായി. Abraham walked with God. അബ്രഹാമിനാണെങ്കിൽ കൽദേറിലെ പട്ടണമായ ഊറിന്റെ തെരുവുകളൊക്കെ അബ്രഹാമിന് കാണാപ്പാടകമാണ്. Abraham knew this place of Ur by അവിടെ blindsided. മാപ്പ് ഇട്ടൊന്നും പോകണ്ട, അവിടെ നല്ലോണം അറിയാം. He knew Ur like nothing. പക്ഷെ ദൈവം അബ്രഹാമിനെ ആ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുവാനിടയായി. But God called him out of Ur. ദൈവത്തെ അനുസരിച്ച് കാണാനിരിക്കുന്ന ദേശത്തിൽ വിശ്വാസത്തോടുകൂടെ ദൈവത്തോടൊപ്പം നടന്നു തുടങ്ങുവാനിടയായി. Abraham was obedient to faith to know where he was going, but he അങ്ങനെ left. നടന്നുപോയ അബ്രഹാമിന് എന്ത് ഗുണമാണ് ഉണ്ടായത്? What did happen in Abraham's life? ആൾക്കാർ നോക്കി പരിഹസിച്ചേക്കാം, എവിടേക്കാണ് അബ്രഹാമേ നീ പോകുന്നത്? People may have despised him. Where are you ഇവിടെ going? നല്ലോണം സെറ്റിൽഡ് ആയിരിക്കുന്ന ഈ അബ്രഹാം അല്ലയോ? Aren't you settled in Ur? ഇവിടെ ഇല്ലാത്തത് എവിടേക്കാണ് നീ പോകുന്നത്? What is not here? Where are you going? ആൾക്കാർ നോക്കി നിന്ദിച്ചേക്കാം, Many may have despised ചോദ്യങ്ങൾ him. ചോദിച്ചേക്കാം. Questions may have പക്ഷെ asked. ദൈവത്തോടൊപ്പം നടന്ന അബ്രഹാം But Abraham walked with God. പിൻകാലങ്ങളിൽ അതൊരു വലിയൊരു ജാതിയാക്കി And that മാറ്റുവാനിടയായി. became generations. ആമേൻ. ഈ അബ്രഹാമാണ് പിന്നീട് സോദോം രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്നത്. And this Abraham stood in front of the king of Sodom. ആമേൻ. സോദോം രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അബ്രഹാം ധൈര്യത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്. And Abraham said like this to the king of Sodom. ആമേൻ. നീ തരുന്ന ഒരു ചരടോ നീ തരുന്ന ഒരു ചെരുപ്പിന്റെ വാറോ എനിക്ക് വേണ്ട. I don't want any sandal or any strap of your ആമേൻ. sandal. അതിന് പറയണമെങ്കിൽ ദൈവത്തോടൊപ്പം നടന്നവനെ പറയാൻ Only കഴിയത്തുള്ളൂ. one who walks with God can say ആമേൻ. that കൽദേറിലെ boldly. പട്ടണമായ ഊരിൽ വിഗ്രഹമുണ്ടാക്കിയ അബ്രഹാമിന് അത് പറയുവാൻ കഴിയില്ല. And the idol maker in Ur couldn't say like that. ആമേൻ. അന്യ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ഈ അബ്രഹാമിന് അത് പറയുവാൻ കഴിയില്ല. Abraham worshipped idols, പക്ഷേ couldn't say that. വിശ്വാസത്താൽ ദൈവത്തോടൊപ്പം നടന്ന ഈ അബ്രഹാമിന് ഇന്ന് പറയുവാൻ കഴിയും. Amen. But the faith that Abraham had, he ആമേൻ. could ഇന്ന് say ഞാൻ like ഒന്നും this. കാണുന്നില്ലെങ്കിലും, Even if I don't see ഇന്ന് ഞാൻ anything, ഒരു നിക്ഷേപവും I കാണുന്നില്ലെങ്കിലും, don't see any reward. സോദോമേ, നിന്റെ നിക്ഷേപമല്ല എനിക്ക് I don't വേണ്ടത്. need Sodom's ഞാൻ reward. കൂടെ നടക്കുന്ന ദൈവത്തിന്റെ നിക്ഷേപം എനിക്ക് മതി. I just want the reward of God in ഇന്നത് heaven. പറയുവാൻ എത്ര ശിഷ്യന്മാർക്ക് തയ്യാറാണ്? How many of you ആ disciples can കരങ്ങളെ decide like this? ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് Can you മഹത്വപ്പെടുത്തുവാൻ clap your കഴിയുമോ? hands to give God praise? ആമേൻ. Amen. ആമേൻ. മറ്റൊരു വ്യക്തി കൂടി ദൈവത്തോടൊപ്പം There നടക്കുവാനിടയായി. was another person that walked with അത് God. ദാവീദാണ് That നടന്നത്. was David. ദാവീദ് അതിന്റെ ഒരു സങ്കീർത്തനം തന്നെ And എഴുതുവാനിടയായി. David wrote a psalm like this. പച്ചപ്പുൽ മേടുകളിൽ അവൻ എന്നെ He നടത്തുന്നു, leads me beside the green waters. സ്വസ്ഥമായ വെള്ളത്തിന്റെ അരികെ അവൻ എന്നെ He കിടത്തുന്നു. leads me by ആ, still എത്ര waters. നല്ല മനോഹരമായ വരികളാണ്. How great those words പക്ഷെ are. അവിടം കൊണ്ട് ദാവീദ് നിർത്തിയില്ല. He didn't stop there. ദാവീദ് പറയുന്നു, കൂരിരുൾ താഴ്വര ഞാൻ എന്റെ മുമ്പിൽ David കാണുന്നുണ്ട്. said, yea, though I walk through the valley of the ആ shadow of death, കൂരിരുൾ താഴ്വരയിൽ ചിലപ്പോൾ ഞാൻ പട്ടുപോയേക്കാം. I may be in the valley of the shadow. മരണത്തിന്റെ താഴ്വരയാണത്. I may be in death. അവിടെ ചിലപ്പോൾ എന്റെ ശവപ്പറമ്പായി That മാറിയേക്കാം. may be my grave. പക്ഷേ ആ കൂരിരുൾ താഴ്വര കണ്ടിട്ട് ദാവീദ് നിന്നില്ല. അവിടെയും ദൈവത്തോടൊപ്പം നടന്നു Even നീങ്ങുവാനിടയായി. though the valley of shadow of death happened, David still walked with ആമേൻ. God. അതിലൂടെ നടന്ന് കയറിയ ദാവീദ് പറയും, അവിടെയും ആ ദൈവം എന്നെ നടത്തുവാനിടയായി. David said, I will walk ഇന്ന് and I എന്നെ will walk കേൾക്കുന്ന പ്രിയ faithfully. ദൈവമക്കളെ, പച്ചപ്പുൽ മേടുകളിൽ മാത്രമല്ല, Jesus. കൂരിരുൾ താഴ്വരയിലും നീ നടക്കാൻ തയ്യാറാണെങ്കിൽ Jesus. നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. Amen. Not just in green pastures, but in the valley of the shadow of death, I will decide to walk with God. Hallelujah.
നിങ്ങളുടെ കൂരുകൾ താഴ്വര കണ്ട് അവിടെ നിൽക്കുവാനല്ല, അവിടെ വിശ്വാസത്തിൽ ഒന്ന് ചുവട് വെക്ക്. കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. It's not just to stand in the valley of the shadow of death, but to walk also in the valley. Hallelujah. Amen. നിങ്ങളുടെ ശവപ്പറമ്പിനെ അതിനെ ഉദ്യാനമാക്കുന്ന ഒരു ദൈവമുണ്ട്. God will destroy the grave that's in front of you. ആമേൻ. സീനറി മാറുമ്പോൾ നടപ്പ് നിർത്തുന്നതല്ല ഡിലിജന്റ് ഡിസൈപ്പിൾ എന്ന് Don't പറയുന്നത്. change your scenery. That doesn't mean you change your A discipleship. diligent disciple doesn't abandon God Amen. when the scenery changes. Praise God. A diligent disciple does not abandon God when the scenery പച്ചപ്പുല്ലിന്റെ changes. സീനറി മാറുമ്പോൾ ദൈവത്തോടൊപ്പമുള്ള നടപ്പ് നിർത്തുന്നതല്ല ഒരു യഥാർത്ഥമായ ഡിസൈപ്പിൾ. When you see different scenery, it doesn't mean that you abandon your discipleship. എൻവയോൺമെന്റ് മാറും, environment മാറും, environment changes, സാഹചര്യങ്ങൾ മാറും, circumstances പച്ചപ്പുല്ലെല്ലാം മാറിപ്പോകും. green pastures പക്ഷേ change. അന്നും ഒരു യഥാർത്ഥമായ ശിഷ്യൻ ദൈവത്തോടൊപ്പം But a നടക്കുവാനിടയാകും. diligent disciple will ഇങ്ങനെ follow നടന്നപ്പോൾ God. എന്താണ് സംഭവിച്ചത്? What happened when you walked മറ്റൊരു like this? സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, In another Psalm we read like this. കണ്ണുനീരിന്റെ ബാക്ക താഴ്വര അത് ജലാശയമാക്കി Even മാറ്റുവാനിടയായി. the valleys of Baca will become ഇന്ന് a spot. കണ്ണുനീരിന്റെ താഴ്വരയാണോ ഉള്ളത്? Is it rains of valley? കണ്ണുനീരിന്റെ താഴ്വരയാണോ ഉള്ളത്? Is it the tears of ചിലരോട് valley? പ്രാവചനിക ശബ്ദത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, In many circumstances നിന്റെ happen. മുമ്പിൽ നിൽക്കുന്നത് കണ്ണുനീരിന്റെ താഴ്വരയാണോ? It may be the valley of അതോ നീ tears. നിൽക്കുന്നത് കണ്ണുനീരിന്റെ താഴ്വരയാണോ? Are you standing in tears? അതിനെ ജലാശയമാക്കുവാൻ എന്റെ ദൈവം കൂടെയുണ്ട്. God is faithful to remove your tears. Hallelujah. ഒന്ന് വിശ്വസിച്ച് ദൈവത്തെ How many of you മഹത്വപ്പെടുത്തുകട്ടെ. can praise God and believe in this? നിന്റെ ബാക്ക താഴ്വര കണ്ടിട്ട് നിന്നെ കൈവിടുന്ന ഒരു ദൈവമല്ല. God will not leave you behind in the valley നീ of ഉള്ളിൽ Baca. ദൃഢനിശ്ചയം എടുക്കുമെങ്കിൽ If you become a diligent നിന്റെ disciple, ബാക്ക താഴ്വരയിൽ നിന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു He will ദൈവമുണ്ട്. walk with you in the valley of നിന്റെ Baca. കൂരൽ താഴ്വരയിൽ കൈപിടിച്ച് നടക്കുന്ന He will ദൈവമുണ്ട്. walk with you in the valley of the shadow of നിന്റെ death. അനിശ്ചിതത്തിൽ കൈപിടിച്ച് നടത്തുന്ന ദൈവമുണ്ട്. God will walk with you in wherever you ഹല്ലേലൂയ. are. Amen. ആമേൻ. Praise God. ഹല്ലേലൂയ. Amen. ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകളെ Let me അവസാനിപ്പിക്കട്ടെ. quickly go. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെ ദൈവത്തോടൊപ്പം നടക്കുവാൻ കഴിയും? How can you walk with Christ? ആമേൻ. ഒരുപാട് കാര്യങ്ങളുണ്ട്. There's many things. പ്രാർത്ഥിക്കുവാൻ കഴിയും, You can pray. വചന ധ്യാനിക്കുവാൻ You കഴിയും, can meditate in the Word of God. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ നടക്കുവാൻ You can be കഴിയും. obedient to Christ. ആമേൻ. അവിടെ നാം ആദ്യം വായിച്ച വാക്യത്തിൽ തന്നെ അവർ അപ്പോസ്തോലിക ഉപദേശം അവർ കേൾക്കുവാനിടയായി. They steadfastly led to the apostles' teaching. ഇന്ന് ഉപദേശം നമുക്ക് ഇഷ്ടമല്ല, We don't like teaching. പിന്നല്ലേ ഉപദേശിയെ ഇഷ്ടപ്പെടാൻ പോകുന്നത്? Do you like the pastor? No. പിന്നല്ലേ അപ്പോസ്തോലിക ഉപദേശം ഇഷ്ടപ്പെടാൻ പോകുന്നത്? Then are you going to like the apostolic teaching? ക്രിസ്തുവിനോടൊപ്പം നടന്നു കഴിഞ്ഞാൽ If you walk with Christ, ക്രിസ്തുവിന്റെ ഹൃദയമായിരിക്കും പിന്നെ നമുക്കും. you have the heart of Christ. ക്രിസ്തുവിനോടൊപ്പം നടന്നു കഴിഞ്ഞാൽ If you walk with Christ, ക്രിസ്തുവിന്റെ പ്രാർത്ഥനയായിരിക്കും നമുക്കുമുള്ളത്. you'll have Christ's prayer. ക്രിസ്തുവിനോടൊപ്പം നടന്നു കഴിഞ്ഞാൽ If you walk with Christ, ക്രിസ്തുവിന്റെ അനുസരണമായിരിക്കും you'll be ശിഷ്യനുമുള്ളത്. obedient to Christ. ആമേൻ. ഇന്ന് ഈ ഡിസൈപ്പിൾഷിപ്പ് വളരെ എസ്ട്രേഞ്ച്ഡ് ആയി, ഇത് കാണാൻ പോലുമില്ല. This discipleship is extinct nowadays. ആമേൻ. ഇത് സെമിനാരിയിലും ഇല്ല, സഭകളിലും ഈ സംഭവം കാണാനില്ല. This is not in seminary nor in churches nowadays. ആമേൻ. സെമിനാരികളെല്ലാം ഇപ്പൊ എൻറോൾമെന്റ് ഫോക്കസ്ഡ് ആണ്. And many are focused on enrollment these days. സഭകളെല്ലാം മെമ്പർഷിപ്പ് ഫോക്കസ്ഡ് ആണ്, നോട്ട് ഡിസൈപ്പിൾഷിപ്പ് ഫോക്കസ്ഡ്. Churches are focused on membership and not പക്ഷേ ഞാൻ discipleship. പണ്ടൊരിക്കൽ പറഞ്ഞത് വീണ്ടും ഒന്നുകൂടെ പറയട്ടെ, ശിഷ്യത്വം ഇല്ലെങ്കിൽ വിശ്വാസ ത്യാഗത്തിലേക്കാണ് പോകുന്നത്, അപ്പോസ്റ്റസിയിലേക്കാണ്. If you don't have discipleship, you go into പ്രിയ apostasy. ദൈവമക്കളെ, before you serve Christ publicly, know him personally in your life. Amen. Before you know Christ, serve Amen. Him in public. in private. സംസാരിക്കുവാൻ കഴിവുണ്ട്, ഒരുപാട് നോളജ് ഉണ്ടെന്നുകൊണ്ട് പബ്ലിക് മിനിസ്ട്രി അല്ല, ദൈവത്തെ യഥാർത്ഥമായി രുചിച്ചറിയുക. Please know Christ personally before you serve Him Know publicly. him personally before you serve him publicly. Know Him personally May I before you request serve the publicly. worship team to come up on stage. Praise God. നാം Amen. ആയിരിക്കുന്നിടങ്ങളിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് Can we നിൽക്കുവാൻ stand to കഴിയുമോ? our feet this morning? നമ്മുടെ ദൈനംദിനമായ നടപ്പ് എപ്രകാരമുണ്ട്? How is our walk with Christ? ആമേൻ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 9:23 ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. Gospel Luke chapter 9 verse 23 reads like Whoever this. wants to be my disciple, ക്രിസ്തുവിന്റെ disciple, must deny themselves, Amen. take up the cross daily Amen. and follow me. Amen. Whoever wants to be my ദൈനംദിനം Yes. എന്നെ അനുഗമിക്കുക. Follow me daily. കർത്താവായ യേശുക്രിസ്തു ഒക്കേഷണലി വന്ന് എന്നെ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നല്ല പറഞ്ഞത്. Jesus didn't say to visit him occasionally. ആമേൻ. കർത്താവായ യേശുക്രിസ്തു പത്രോസിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, Jesus looked at Peter and said like this. പത്രോസേ, Peter, എന്നെ അനുഗമിക്കുക, follow me. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. I will make you fisher of men. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു
ക്രാഷ് കോഴ്സ് ഡിസൈപ്പിൾഷിപ്പിലല്ല നടന്നത്. This wasn't happening in one moment. ആമേൻ. ഇത് നിന്നെ ആക്കും എന്നാണ്. I will make you എന്നാണ് പറയുന്നത്. And he said, I will make. ഇത് ഒരു രാത്രി പുലർന്നപ്പോൾ മനുഷ്യരെ പിടിക്കുന്നവരായില്ല. It didn't happen overnight. പക്ഷേ ഇത് ആക്കുവാണ്. But this is, I will make you. ആമേൻ. ഹല്ലേലൂയ. Amen. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, Child of God listening to me today. ചിലപ്പോൾ ഇന്ന് being a disciple might be the most trending thing today. A disciple is maybe trending today. But more importantly, am I a diligent disciple? Are you a diligent disciple? Disciple ആർക്ക് വേണമെങ്കിലും ആകാം. Any of you can become a നാളെ disciple. വേണമെങ്കിൽ ഞാനും ഒരു സ്റ്റാറ്റസ് ഇടാം, I am a disciple എന്ന്. We can put a status update that we're a disciple. പക്ഷേ ഒരു diligent disciple ആകുവാൻ എത്ര പേർക്ക് How do you ആഗ്രഹമുണ്ട്? desire to be a diligent disciple? ആമേൻ. അത് ഏറ്റവും ട്രെൻഡിങ് അല്ലെങ്കിലും അത് ആകുവാൻ ആഗ്രഹമുള്ള എത്ര Even പേരുണ്ട്? if it's not trending, how are you അത് desiring to do that? അൺപോപ്പുലർ ആണെങ്കിലും അത് ആകുവാൻ ആഗ്രഹമുള്ള എത്ര Even if പേരുണ്ട്? it's not popular, how many of you desire to do അത് that? ആൾക്കാരെ ദുഷിക്കുന്നതാണെങ്കിലും അത് ആകുവാൻ എത്ര പേർക്ക് If people ആഗ്രഹമുണ്ട്? despise you for ആ it, how many of you കരങ്ങളൊന്ന് really do? സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തുവാൻ കഴിയുമോ? Can you raise your hands to ആരെല്ലാം heaven? പരിഹസിച്ചാലും ഞാൻ അങ്ങേ വിടുകയില്ല എന്ന് പറയുവാൻ എത്ര പേർക്ക് No matter ആഗ്രഹമുണ്ട്? who mocks me, I will stand with ആരെല്ലാരും എന്നെ Christ. വിരൽ ചൂണ്ടിയാലും അങ്ങേ ഞാൻ വിടുകയില്ലെന്ന് പറയുവാൻ എത്ര പേർക്ക് No matter ആഗ്രഹമുണ്ട്? who points the finger, I will walk with ആരെല്ലാരും എന്നെ Christ. കുറ്റപ്പെടുത്തിയാലും No matter who blames me, ആരെല്ലാരും നിന്ദിച്ചാലും no matter who despises അങ്ങേ വിട്ട് me, ഞാൻ നടക്കാൻ പോകുന്നില്ല. without you I will not walk. അങ്ങേ വിട്ട് ഞാൻ നടക്കാൻ പോകുന്നില്ല. Without you, I will not അങ്ങയോടൊപ്പം നടക്കുവാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? How do you desire to ആ walk കരങ്ങളെ with ഒന്ന് God? ഉയർത്തുവാൻ കഴിയുമോ? Can you raise your അദ്ദേഹങ്ങളെ hands തുറന്ന and ask തീരുമാനം ദൈവത്തോടൊന്ന് പറയുവാൻ Can you കഴിയുമോ? tell your decision ഞാൻ to God? വെറും ഒരു ഡിസൈപ്പിൾ അല്ല, I'm not a regular പക്ഷേ disciple, ദൃഢനിശ്ചയമുള്ള ഒരു ശിഷ്യനാവാൻ but I will be a ആഗ്രഹം. diligent ഒരു disciple. ദൃഢനിശ്ചയമുള്ള ഒരു ശിഷ്യനാവാൻ ആഗ്രഹം. You ഹല്ലേലൂയ. desire to become a ആ diligent disciple. തീരുമാനമുള്ളവർ അതിരങ്ങളെ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കട്ടെ. God this ആ കരങ്ങൾ morning? സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിക്കട്ടെ. raise your hands ആ this കരങ്ങൾ morning? വേണമെങ്കിൽ ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് we സ്തുതിക്കുവാനും worship കഴിയുമെങ്കിൽ him together? ഒന്ന് സ്തുതിച്ചാട്ടെ.